ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2025 കഴിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ 2025 ടോട്ടൽ വർഷത്തിൽ ലോഞ്ച് ചെയ്ത ഫോണുകളിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണുകളുടെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഏറ്റവും വലിപ്പം കൂടിയ ഫോണായിട്ട് തോന്നിയത്, ഏറ്റവും നല്ല ക്യാമറയുള്ള ഫോണായിട്ട് തോന്നിയത്, ഏറ്റവും നല്ല ഡിസൈനുള്ള ഫോണായിട്ട് തോന്നിയത്, അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചിട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പക്ഷേ ഒരു വിചിത്രമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാറ്റഗറിയിലും ബെസ്റ്റ് ഫോണല്ല ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഡെയിലി ഡ്രൈവറായിട്ടുള്ള എൻ്റെ ഫോൺ ഏതാണ്, എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അടക്കം ഞാനിതിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ മൊത്തത്തിൽ 2025 ലോഞ്ച് ചെയ്ത ഫോണുകളിൽ എൻ്റെ ഫേവറേറ്റ് ഫോണുകളുടെ ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഈ ഫോണുകൾ തന്നെയാണോ ഇഷ്ടം, അല്ല നിങ്ങളുടെ ഇഷ്ടം മറ്റൊന്നാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു രസം. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓൾറൗണ്ടർ ഫോൺ, കൂടുതൽ താമസിപ്പിക്കുന്നില്ല, വെറുതെ ലാഗടിപ്പിക്കണ്ടല്ലോ. സോ ഏറ്റവും നല്ല ഓൾറൗണ്ടർ ഫോണായിട്ട് ഞാൻ കാണുന്ന ഒരു ഫോൺ, അതായത് എല്ലാമേ ഉണ്ടായിരിക്കണം. നല്ല ബാറ്ററി ഉണ്ടായിരിക്കണം, നല്ല ചാർജിങ് ഉണ്ടായിരിക്കണം, നല്ല ക്യാമറ ഉണ്ടായിരിക്കണം, നല്ല ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം, നല്ല ഡിസൈൻ ആയിരിക്കണം, ഇങ്ങനെ എല്ലാമേ നന്നായിരിക്കണം. ഫീച്ചേഴ്സ് ഒക്കെ ടോപ്പ് ലെവൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരേ ഒരു ഫോൺ OnePlus 15 ആണ്. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചിട്ട് ഇതിലുള്ള ക്യാമറയാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്നല്ല, ഇതിനേക്കാൾ നല്ല ക്യാമറയുള്ള ഫോണുകളൊക്കെ ഉണ്ട്. ബട്ട് ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. 120 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അത് സ്ലോ മോഷനോ മെയിൻ വീഡിയോ എല്ലാമേ 120 FPS ഡോൾബി വിഷനിൽ HDR-ലൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ എല്ലാത്തരം സംവിധാനങ്ങൾ, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അടക്കമുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിൽ 165 FPS വരെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 1.5 2K മറ്റേ ആ റെസൊല്യൂഷൻ ഒന്നുമില്ല. ബട്ട് ആ ഒരു FPS കിട്ടുക എന്ന് പറയുന്നത് ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര അഡ്വാൻറ്റേജാണ്. അപ്പോൾ ആ ഒരു അത്രയും സ്മൂത്തായ FPS ഉള്ള നൈസ് ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഭയങ്കരമായിട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല നൈസാണ്. പെർഫോമൻസിലും 8 Lite Gen 5 ആണ്. ബാറ്ററി ആണെങ്കിൽ 7300 mAh, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൈൻഡ് സ്പേസ്, ഇതാ സ്ക്രീനിൽ എന്തുണ്ടെങ്കിലും ഈ ബട്ടണിലൊറ്റ പ്രസ് കൊടുത്താൽ മതി. ആ ഡാറ്റ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അടക്കം മൊത്തത്തിൽ അങ്ങോട്ട് സേവ് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുത്ത് വയ്ക്കും. അതും നമ്മൾ തിരിച്ചിരിക്കുന്ന കാറ്റഗറി അനുസരിച്ച് കൃത്യമായിട്ട് എടുത്ത് വയ്ക്കും. ജെമിനി വഴി നമുക്ക് അതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നത്. സോ ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഫോൺ OnePlus 15 ആണ്. എന്നാൽ മറ്റൊരു ഓൾറൗണ്ടർ ഫോൺ കൂടി ഉണ്ട്, എനിക്കറിയാം, പക്ഷേ വില കൂടുതലാണ്. അതായത് S25 Ultra, അതും വന്നിട്ട് ടോപ്പ് ലെവൽ സംഭവമാണ്. അതിലും എല്ലാമേ ഉണ്ട്. ബട്ട് അതിന് 1 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. ഇത് 65 രൂപയ്ക്ക് തന്നെ നമുക്ക് ഇതെല്ലാ സംഭവങ്ങളും ഒരുമിച്ച് കിട്ടുക. സോ വാല്യൂ കൂടി നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു നല്ല ഓൾറൗണ്ടർ ആണെന്നുള്ളത്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, ഓൾറൗണ്ടർ OnePlus 15. ഇനി രണ്ടാമത് വലുപ്പം കൂടിയ ഫോണുകൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യമായിരിക്കുമല്ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറയുന്നത് Fold 7 ആണ്. നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സംഭവം അടിപൊളി ഒരു ഐറ്റമാണ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇത് വലുപ്പം ഇത്രയും പറയുമ്പോഴും ഈ ഫോണിന് സാധാരണ ഒരു ഫോണിൻ്റെ തിക്നെസ്സേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ iPhone 17 Pro Max ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് വെച്ച് ഞാൻ കാണിക്കാം. കണ്ടോ, ഏകദേശം അത്രയും തന്നെ ഉള്ളൂ. അതായത് ഫോൾഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കര സൈസ് കൂടി കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയേ ഇല്ല. സാധാരണ ഒരു ബാർ ഫോണിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ തന്നെയുള്ളൂ. വെയിറ്റ് അത്രയും പോലും ഇല്ല, ഐഫോണിൻ്റെ അത്രയും പോലും. ഇത് 215 ഗ്രാം ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. മറ്റേത് 225 30 റേഞ്ചിലേക്ക് പോകുന്നുണ്ട്. സോ വെയിറ്റ് ഒരു സാധാരണ ഫോണിൻ്റെ അത്ര മാത്രം ഒരു സെറ്റപ്പിൽ ഒരു ഫോൾഡ്. അപ്പോൾ ഫോൾഡ് ഫോൺ എന്താണ് അത്ര വലിയ പ്രത്യേകത എന്ന് ചിന്തിക്കാതിരിക്കൂ. കാരണം ചിലരങ്ങനെ പറയാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു iPhone 17 Pro Max ഇതിൻ്റെ സൈഡിലേക്ക് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഒരു സാധാ ബാർ ഫോൺ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ഫോൾഡ് ഫോൺ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഏരിയ നമുക്ക് അതിൻ്റെ വലിയ സ്ക്രീനിൽ കിട്ടും. ഏതൊരു വർക്കിനായാലും കാര്യങ്ങൾക്കായാലും ഒരു ഫോട്ടോ കാണുന്നത്, വീഡിയോ കാണുന്നതിനാലും ഒക്കെ നമുക്ക് കുറച്ചുകൂടി വലിയൊരു സ്പേസ് കിട്ടുക, അതും ഇങ്ങനെ ചെറിയ ഒരു ഫോണിൻ്റെ തന്നെ സൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. പ്ലസ് സാംസങ് ആണ്, എല്ലാ തരം ഫീച്ചേഴ്സും ഉണ്ട്, ഒന്നും മിസ്സിംഗ് ഇല്ല. വാലറ്റിൽ നമുക്ക് ബാങ്ക് കാർഡ് അടക്കം ആഡ് ചെയ്ത് വെച്ച് ടാപ്പ് ആൻഡ് പേയുടെ പേയ്മെൻറ്റുകൾ നടത്താവുന്ന സകല സൗകര്യങ്ങളും ഉണ്ട്. കോൾ റെക്കോർഡിങ്, അത് ഇത് എന്താണില്ലാത്തത്, എല്ലാമേ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മൾട്ടി ടാസ്കിങ്, 2 വിൻഡോ ഒക്കെ സൈഡ് ബൈ സൈഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനൊരു ഫോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു 1-2 സുഹൃത്തുക്കൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാനിത് പൊതുവെ ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. താല്പര്യമാണ് അത് അധികം സെയിൽ ഫോൾഡ് ഫോണുകൾക്ക് നടക്കുന്നത് കാണുന്നില്ല ഞാൻ. അതായത് ഇതിനല്ല, മൊത്തത്തിൽ ഫോൾഡ് ഫോണുകൾ ധാരാളം പേര് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ 4-5 ജനറേഷൻ ആയില്ലേ, എന്നിട്ടും ജനങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ട് വഴിയെടുത്ത് കണ്ടുവരുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യക്കുറവില്ലേ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ബഡ്ജറ്റ് കൂടിയതുകൊണ്ടായിരിക്കാനേ വഴിയുള്ളൂ, അല്ലാണ്ട് ഇതിന് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ജനങ്ങൾ ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് ഞാൻ പറഞ്ഞത്, ഇതിന് താല്പര്യമില്ല എന്ന്. അല്ലാണ്ട് ഈ ഫോൺ മോശമാണെന്നും എനിക്കിഷ്ടമല്ല എന്നൊന്നുമല്ല ഞാൻ. സോ ആ ഒരു കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ Fold 7 ഇതാണ് വലുപ്പം കൂടിയ ഒരു നല്ല ഫോൺ. ഓക്കെ, വലുപ്പം കൂടിയതിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞതിൻ്റെ കാര്യം പറയണ്ടേ. ഏറ്റവും നല്ലൊരു കോമ്പാക്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ നിമിഷം എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് വിവോയുടെ ഈ X300 ആണ്. എല്ലാമേ ഉണ്ട്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ, നൈസായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഇവരുടെ UI ആണെങ്കിൽ ഇപ്പോൾ അടിപൊളി UI ആണ്, ഒന്നും പറയാനില്ലാത്ത തരത്തിലുള്ള നല്ല ക്ലീൻ നൈസ് UI കൊടുത്തിട്ടുണ്ട്. ക്യാമറയാണെങ്കിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണ്. ഇതിൻ്റെ ചേട്ടനായ S300 Proയിലാണ് ഏറ്റവും മികച്ച ക്യാമറ ഉള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്, ബട്ട് സ്റ്റിൽ അതിന് ഏറെക്കുറെ അതിൻ്റെ അത്രയ്ക്കും തന്നെ മികച്ച ഒരു ക്യാമറ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ സാമ്പിളൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോയിൽ ലിങ്കോട്ട് കൊടുക്കാവുന്ന കണ്ടുപോയിക്കോട്ടോ. സോ അപ്പോൾ കോമ്പാക്ട് സൈസിൽ വരികയും ചെയ്യുന്നു. പവർഫുള്ളായ ക്യാമറ സെറ്റപ്പ്, നല്ല ഡിസ്പ്ലേ, നല്ല UI, ബാറ്ററിയും ടോപ്പാണ്, ഒരു വിഷയമില്ല. ഈ ഒരു കോമ്പാക്ട് സൈസ് ഫോണിൽ 6040 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Dimensity 9500 പ്രോസർ ഒട്ടും തന്നെ മോശമല്ല. പിന്നെ ഇതിലും കോമ്പാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടാമതൊരു എന്താ പറയുക, ഈ അവാർഡ് കൊടുക്കുമ്പോൾ പറയാം റണ്ണറപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ രണ്ടാമതൊരെണ്ണം പറയാൻ ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ അത് ഫ്ലിപ്പ് 7 ആയിരിക്കും കേട്ടോ. സാംസങ്ങിൻ്റെ ഗാലക്സി ഫ്ലിപ്പ് 7 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. അതാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസൈൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണ് ഒരു ഫോണിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരിപ്പുണ്ടായിരുന്നല്ലോ iPhone 17 Air. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഞാനിതിൻ്റെ വീഡിയോയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചതും ഈ ഒരു ഡിസൈനെ പറ്റിയാണ്. ഇതിൻ്റെ ഒരു കംഫർട്ടും ഇതിൻ്റെ ഒരു ലക്ഷറി ഫീലും കാര്യങ്ങളും ഈ ഒരു മൊത്തത്തിലുള്ള യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അതേ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനിത് ഉപയോഗിക്കില്ലാന്ന്. കാരണം സിംഗിൾ ക്യാമറയേ ഉള്ളൂ, ബാറ്ററി വളരെ കുറവാണ്. അത് ഒരു മേജർ ഇഷ്യൂ ആണ് എനിക്ക്. കാരണം നമ്മൾ ഡെയിലി വളരെയധികം ഉപയോഗിക്കുന്ന ഒരാളാണ് ഫോൺ. കാരണം അതിലാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി. പിന്നെ സിംഗിൾ സ്പീക്കർ കൊടുത്തുള്ളൂ. 1 ലക്ഷത്തിന് മുകളിലുള്ള ഫോണിൽ സിംഗിൾ സ്പീക്കർ ഒട്ടും തന്നെ ആക്സെപ്റ്റബിൾ അല്ല. എന്നാലും പോട്ടെ നോക്കാം, ബാറ്ററിയാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ ആ വീഡിയോയിൽ വാചാലമായിട്ട് 2-3 തരത്തിലുള്ള റീലും അതേപോലെ മറ്റു പല സംഭവങ്ങൾ ചെയ്ത എല്ലാത്തിലും ഞാൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ഐറ്റം ആയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, ഇഷ്ടപ്പെടില്ല. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ എടുക്കാൻ പലരും മടിക്കും. അതുകൊണ്ട് തന്നെ സെയിലൊക്കെ കുറവാണ്. ബട്ട് ഡിസൈനിൽ ഇതാണ്. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു ഫോണാണ് പ്രീമിയം ഫോൺ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഏറ്റവും നല്ല പ്രീമിയം ഡിസൈനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ ഈ ഐറ്റമാണ്, Pixel 10. ഈ വർഷത്തെ ഐഫോണൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു പിക്സലിൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രീമിയം ഫീലൊന്നും ഐഫോണിൻ്റെ പുതിയ iPhone 17 സീരീസിനേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രീമിയം ഫോൺ. ഇത് വന്നപ്പോഴാണ് ഇത് ടോപ്പിലേക്ക് വന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റണ്ണറപ്പ്, ഒരു രണ്ടാമത്തെ ഫേവറേറ്റ് ഡിസൈൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇത് തന്നെയാണ്. സോ ഈ 2 ഫോണുകൾ നമ്മൾ ഏറ്റവും നല്ല ഡിസൈനുള്ള ഫോണായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഡിസൈൻ ഇഷ്ടപ്പെട്ടത്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏറ്റവും മികച്ച ക്യാമറയുള്ള ഫോൺ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത് വിവോ X300 Proയാണ്. എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏറ്റവും മികച്ച ക്യാമറ സെറ്റപ്പ് ഇതിൻ്റെയാണെന്നുള്ള കാര്യം. കാരണം നമ്മൾ ഒട്ടനവധി ഫോട്ടോസ് ഇതുകൊണ്ടെടുത്ത് ധാരാളമായിട്ട് ഷെയർ ചെയ്ത് ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കണ്ടു, വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എല്ലാമേ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു ഫോണിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട. 200 MB ആണ് ടെലിഫോട്ടോ ഒക്കെ, സൈസിൻ്റെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ ഗംഭീര സാധനങ്ങൾ. ചില ക്യാമറ സാമ്പിൾ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇടിവിട്ട് സാധനമാണ്. പിന്നെ ഇതിനൊരു എക്സ്ട്രാ എക്സ്റ്റൻഡർ കിറ്റ് കൂടിയുണ്ട്. അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ദൂരേക്ക് സൂം ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാം. സോ ക്യാമറ ബീസ്റ്റ്, മോൺസ്റ്റർ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് S300 Proയാണ് ഇപ്പോഴേക്ക്. അതിന് വേറൊരു കോമ്പറ്റീഷൻ എടുത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല 4K 120fps വീഡിയോ ഷൂട്ട് ചെയ്യാം, ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്യാം, അങ്ങനെ എല്ലാതരം ക്യാമറ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുമുണ്ട്. ബാറ്ററിയും ഒട്ടും തന്നെ മോശമല്ല. 6510 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ UI പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ S300ൻ്റെ കാര്യത്തിൽ അടിപൊളി UI ആണ്. നല്ല ഫീച്ചർ റിച്ചായ UI, ഒപ്പം തന്നെ ക്ലീൻ നൈസ് പ്രീമിയം. സോ വിവോ, പണ്ടൊക്കെ വിവോയുടെ ഫോൺ എന്ന് പറയുമ്പോൾ വിവോയുടെ ഫോണാ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഇന്ന് വിവോയുടെ ഫോണാണോ അടിപൊളിയായിരിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറ്റി. നന്നായി എന്തായാലും, വെൽ ഡൺ വിവോ. അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, നോക്ക്. സോ ക്യാമറ ഫോൺ S300 Pro. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാം, ക്യാമറയിൽ ഇവന് മോശമല്ല. വീഡിയോ അടിപൊളിയാണ്, ഫോട്ടോസും അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ അത്രയൊന്നും സൂം ചെയ്തോ ആ ഒരു രസത്തിലോ ഒന്നും ഇതിൽ ഫോട്ടോ കിട്ടത്തില്ല, ചിന്തിക്കുകയേ വേണ്ട. ബട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ക്യാമറയ്ക്ക് S300 Pro തന്നെ, അതവിടെ ഇരിക്കട്ടെ. സോ അപ്പോൾ നമ്മൾ മെയിനായിട്ടും എൻ്റെ മനസ്സിൽ കാറ്റഗറി തിരിക്കാൻ തോന്നുന്നത് ഈ 2-3 കാര്യങ്ങൾക്ക് മാത്രമാണ്. വേണമെങ്കിൽ പല പേരും പറഞ്ഞ് പല കാറ്റഗറിയൊക്കെ തിരിക്കാം. ഞാൻ ഒരുപാട് കാറ്റഗറി തിരിക്കുന്നില്ല. ഒരു സംഭവം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഐഫോൺ ഏതാണ് ഈ ഒരു വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. എൻ്റെ ഫേവറേറ്റ് ഐഫോൺ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് വേറെയാണ്. ബട്ട് എങ്കിൽ പോലും റെക്കമെൻഡ് ചെയ്യാൻ പെട്ടെന്നൊരു ഫോൺ, ഐഫോൺ വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചാൽ അത് iPhone 17 ആണ്.
കാരണം ഒരു പ്രോ ഫോണിൽ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. പ്രൊമോഷൻ ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പ് ഉണ്ട്, എല്ലാതരം ക്യാമറ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. പെർഫോമൻസിലാണെങ്കിലും ടോപ്പ് ലെവൽ സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ലൈഫിലും വിഷയമില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും iPhone 17 ആണ് ഒരു വാല്യൂ ഫോർ മണി ഐഫോൺ എന്നൊക്കെ ചോദിക്കുന്നുവെങ്കിൽ ഞാൻ ഇതിനെ പറയും. പഴയ വെർഷനുകളൊന്നും എടുക്കേണ്ട, കാരണം 120 FPS സപ്പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും അടക്കം ഇതായിരിക്കും നമ്മൾ പറയും. ഓക്കെ, സോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാണ്, കാരണം അതൊരു നല്ല ഫോണാണ്. സോ അപ്പോൾ ലാർജ് ഫോൺ, അതുപോലെ ഡിസൈൻ, ഏറ്റവും നല്ല ഡിസൈൻ, ഏറ്റവും നല്ല ക്യാമറ, ഓൾറൗണ്ടർ എല്ലാം നമ്മൾ പറഞ്ഞു. ഞാൻ എത്ര കാറ്റഗറി ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ബാക്കിയാവുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്, എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡെയിലി ഡ്രൈവറായിട്ടുള്ള ഫോൺ ഏതാണ്. അത് ഈ പറഞ്ഞ ഒരു ബെസ്റ്റ് ഫോണും അല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് iPhone 17 Pro Max. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് തന്നെയായിരിക്കും എന്നുള്ളത്. iPhone 17 Pro Max ആണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇതിലത്തെ പെർഫോമൻസ് ആണോ ഏറ്റവും മികച്ച പെർഫോമൻസ്? അല്ല. 8 Lite Gen 5 Q1 ചിപ്പൊക്കെ വെച്ചുകൊണ്ട് iQൻ്റെ ഫോണൊക്കെ തരുന്ന പെർഫോമൻസിൻ്റെ അടുത്തൊന്നും ഇതിൻ്റെ പെർഫോമൻസ് എത്തുന്നില്ല. ഡിസ്പ്ലേ ഇതാണോ മികച്ചത്? അല്ല, നല്ല അടിപൊളി ക്വാഡ് HD ഡിസ്പ്ലേകൾ, ഇതിനേക്കാൾ ബെറ്റർ ബ്രൈറ്റ്നസ്സും കാര്യമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ബാറ്ററി ഇതാണത്? അല്ല. ചാർജിങ് ഇതാണോ? അല്ല. ഒരു കാര്യത്തിലും വന്നിട്ട് ഇപ്പോഴത്തെ iOS 26 വന്നിട്ട് ഈ കൺട്രോൾ സെൻറ്ററൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ബട്ട് എല്ലാ കാര്യത്തിലുമേ ഇതിനേക്കാൾ ബെറ്റർ ആയ ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളത് ഉപയോഗിക്കുകയാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് അത്യാവശ്യമുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരു കോൾ റെക്കോർഡിംഗ്, നോർമലായ ഒരു കോൾ റെക്കോർഡിംഗ്, ആൻഡ്രോയിഡ് ഫോണുകളിൽ കാണുന്ന കോൾ റെക്കോർഡിംഗ്, അത് ഇതിലില്ല. പിന്നെ ഒരു ലോങ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഇതിനകത്തില്ല. ഇതിലൊരു ഫേക്ക് ലോങ് സ്ക്രീൻഷോട്ടാണുള്ളത്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ സെക്യൂർ ഫോൾഡർ, എന്തെങ്കിലും ഫയൽ ഇത്തിരി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സേവ് ചെയ്ത് വെക്കണം, നമ്മുടെ ബിസിനസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾ. കാരണം ഫോൺ എപ്പോഴും എൻ്റെ പേഴ്സണലാണ്, ഞാൻ ആർക്കും തരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ഇമ്പോർട്ടൻറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ ഒരു പ്രൈവറ്റ് ഒരു ഫോൾഡർ, സെക്യൂർ ഫോൾഡർ സാംസങ്ങിലുള്ള പോലെ, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് മറ്റ് വിവോ ഫോണുകളുള്ള പോലെ ഒരു സംഭവം ഇതിനകത്തില്ല. അതും മിസ്സിംഗ് ആണ്. ഒരു ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഫയൽ ഹൈഡ് ചെയ്ത് വെക്കുക, അതൊന്നും ഇതിൽ നടക്കില്ല. പിന്നെ AI പറയാൻ വേണ്ട, ഒന്നുമേ ഇല്ല. ഒരു റൈറ്റിംഗ്, വാട്സപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് റീറൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു സൗകര്യം എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ട്. ഇതിൽ അതിപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. വാട്സപ്പിലൊന്നും വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യില്ല, ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യില്ല. കാരണം മെറ്റയുടെ ഒന്നിനും സപ്പോർട്ട് ചെയ്യില്ല. അതുമാത്രമല്ല, മറ്റേ AI ഇറേസർ അങ്ങനെയുള്ള ആവശ്യമുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സർക്കിൾ ടു സെർച്ച് നടപടി സംഭവം ഉണ്ട് ഇതിൽ, വേറെ രൂപത്തിലൊക്കെയാണ്. പക്ഷേ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊന്നും ഇതിലില്ല. ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ ഡെയിലി ഡ്രൈവ്. സോ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒന്നുമില്ലാന്നും പറയുന്നു, ഇതിലുള്ളതൊന്നും ഏറ്റവും ബെസ്റ്റ് അല്ലാന്നും പറയുന്നു. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഗൈസ്. ഒന്ന് വന്നിട്ട് ഇക്കോ സിസ്റ്റമാണ്. നമ്മൾ മാക് ഉപയോഗിക്കുന്നു, വാച്ച് ഉപയോഗിക്കുന്നു, ഇയർബഡ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ കൂട്ടത്തിൽ വളരെ സിങ്കായിട്ട് അങ്ങ് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള ഘടകമാണ്. ഒരു ഫോട്ടോ എടുത്താലും എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനും കണക്റ്റഡായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര സ്മൂത്ത് ഇക്കോ സിസ്റ്റം. ഇത്രയും മികച്ചൊരു ഇക്കോ സിസ്റ്റം സെറ്റപ്പ് വേറെ ഒരു സിസ്റ്റത്തിനും അവകാശപ്പെടാനില്ല. സാംസങ് ആയിക്കോട്ടെ, വിൻഡോസ്, എന്ത് സംഭവത്തിലായാലും ഇല്ല. ആ ഒരു ഘടകമാണ് പ്രധാന ഘടകം. രണ്ടാമത്തെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ആരും ഒന്നും വിചാരിക്കരുത്, ഒരു പ്രീമിയം ഫീൽ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, ഡിസൈൻ അല്ലാതെ പറയുന്നത്. ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇത്തവണത്തെ ഡിസൈൻ പ്രീമിയം ഒന്നുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞത്, യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു സ്മൂത്ത്നെസ്സും ഒരു എക്സ്പീരിയൻസ്, ഒരു നല്ല എക്സ്പീരിയൻസ് യൂസർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒറിജിൻ ഓയിസിൽ വിവോയിലൊക്കെ വന്നു തുടങ്ങി, ഏറെക്കുറെ അവിടേക്ക് എത്തി തുടങ്ങി അവർ. സോ മറ്റുള്ള സാംസങ് നന്നായിക്കൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ ഇവരൊക്കെ മറ്റ് ഒരുപാട് ബ്രാൻഡുകൾ ആ ഒരു പ്രീമിയം ഫീൽഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് തവണ ഇതിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമായ കാര്യമാണ്. കാരണം ആ ഒരു പ്രീമിയം ഫീല് മറ്റ് ബ്രാൻഡുകളും എത്തിച്ചു തുടങ്ങി. പക്ഷേ ആ ഒരു ഫീല് കൂടിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് ഞാൻ പറയുന്നത്. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഇപ്പോഴും ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും നല്ല വീഡിയോ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോണാണെന്നുള്ളതും ഒരു ഘടകമായിട്ട് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഈ 3 ഘടകങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ ഞാൻ ഡെയിലി ഡ്രൈവായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമായിട്ട് കരുതാം. നിങ്ങൾക്കും ഇതൊക്കെയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിരുന്നോട്ടെ. കുറേ കാര്യങ്ങൾ ഇതിലില്ല, ഉള്ളതൊന്നും ബെസ്റ്റിലാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ അപ്പോൾ ഇങ്ങനെയാണ് 2025 നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫോണുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ വരുന്ന ഫോണുകൾ. പിന്നെ ഇവിടെ ഒരു ചെറിയ മിസ്സിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബജറ്റ് ഫോണുകളിലെ ഒരു ഫോൺ ഇതിൽ പറഞ്ഞില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും എൻ്റെ ഫേവറേറ്റ് ഫോണുകളായിട്ട് ഞാനിവിടെ എൻ്റെ മേശപ്പുറത്ത് നിരത്തിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോണുകളൊക്കെയാണ്. അപ്പോൾ ഇതല്ലാതെ വേറൊരു ഫോൺ ഞാൻ എടുത്ത് പറയണമെങ്കിൽ ഈ വർഷം ഇറങ്ങിയതിലെ നല്ല ഫോൺ എന്ന രീതിയിൽ, അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ രീതിയിൽ പറയേണ്ടി വരും. ഈ വീഡിയോ അങ്ങനെയല്ല, എൻ്റെ ഫേവറേറ്റ് ഫോൺസ് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാറ്റഗറി തിരിച്ച് ഞാൻ കണ്ട് മനസ്സിലാക്കി ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ്.
എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.